തിരക്കുള്ള 2 ദിവസത്തെ വർക്കിൽ ഒന്നാമത്തെ ദിവസം തീർന്നിട്ട് രണ്ടാമത്തെ ദിവസത്തെ വർക്കിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പം നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 12:30 മണി കഴിഞ്ഞു കേട്ടോ. 12:30 മണി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് മാക്സിമം എല്ലാം ചെയ്ത് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം എന്തോരം വരുമെന്ന് നോക്കാം. കാരണം എന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് നമ്മുടെ വർക്കെല്ലാം പെട്ടെന്ന് തീർക്കാം കേട്ടോ. ഇതിപ്പോൾ നൊയൻപിന് മുൻപേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ആ ഒരു 2 ദിവസം നല്ല തിരക്കായിരുന്നു. നൊയൻപൊക്കെ പിടിക്കുന്നതിന് മുൻപ് ഫംഗ്ഷനൊക്കെ തീർക്കാൻ വേണ്ടി ആൾക്കാർ നല്ല ഓട്ടത്തിലായിരിക്കും അല്ലേ. ഏകദേശം ആ ഒരു സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബാക്കി കുറേ തിരക്കുകളൊക്കെ നമുക്കിങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ പുറകിൽ കൂടെ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ ആ സമയത്ത് വന്ന കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തലേ ദിവസം നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഒറ്റ വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്രയും ഓട്ടമായിരുന്നു. ആ അന്നത്തെ ദിവസത്തെ ഫുള്ള് വർക്കിന് ശേഷമാണ് പിറ്റേ ദിവസത്തേക്കുള്ള ചെയ്യുന്നത്. കാരണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ട് വരെ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ നമുക്ക് ടയർ കേക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ടിൻ സൈസും വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള 3 ടയർ കേക്ക് 3.5 kg ആണ്. അപ്പോൾ അതിൻ്റെ ടിൻ സൈസ് എന്ന് പറയുന്നത് താഴെ 9 ഇഞ്ച്, അതിൻ്റെ മേളിൽ 7 ഇഞ്ച്, അതിൻ്റെ മേളിൽ 5 ഇഞ്ച്, അങ്ങനെയാണ്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഇതൊരു 2.5 kg കേക്കാണ്. ഇതിൻ്റെ താഴെ വന്നേക്കുന്നത് 9 ഇഞ്ചും മേലെ വന്നേക്കുന്നത് 5 ഇഞ്ചും ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നത്. നമ്മൾക്ക് ഈ 3.5 kg 2.5 kg ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. നമുക്ക് കൂടുതലും 2 kg 3 kg അങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇന്ന് വന്ന 2 കേക്കും ഒരു 1/2 കിലോ വീതം കൂടുതലുള്ള കേക്കാണ്. പിന്നെ 2 കേക്കും ഒരേ സമയം ആയിരുന്നത് കൊണ്ടിട്ട് ആ ഒരു കേക്ക് ഹസ്ബൻഡ് കൊണ്ടുപോയി. ഇത് ഞാനും ബ്രദറും കൂടെ കൊണ്ടുവന്നു കേട്ടോ. കാരണം അത് കുറച്ചുകൂടെ ലോങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ബാക്കി കേക്കിൻ്റെ കാര്യമൊക്കെ എല്ലാം പരിങ്ങലിലാവും. അപ്പോൾ അതുകൊണ്ടിട്ട് അടുത്തുള്ള കേക്കിനാണ് ഞാൻ പോയത്. അതുകൊണ്ട് മറ്റേ കേക്ക് അവിടെ ചെന്ന് വയ്ക്കുന്ന വീഡിയോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു 1.5 kg വരുന്ന റെയിൻബോ കേക്കാണ്. നമ്മൾ 6 ഫ്ലേവേഴ്സിലാണ് ചെയ്യുന്നത് കേട്ടോ. ഫില്ലിങ്ങും പിന്നെ നമ്മളുടെ കളറും എല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 6 ഇഞ്ചിലാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. 1.5 kg ടോൾ കേക്ക് 6 ഇഞ്ചിൽ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആ ദിവസത്തെ ഒരു കേക്കാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ഫോക്സ് ബോൾസും പ്രിൻറ്റുമാണ് വെച്ച് കൊടുക്കുന്നത്. ഈ പ്രിൻറ്റ് കുറച്ച് കുഞ്ഞായിപ്പോയി. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതായത് 1 kg വന്നാലും ഏത് കേക്ക് വന്നാലും എടുക്കാൻ പാകത്തിന് ഞാൻ എടുത്തപ്പോഴേക്കും കുറച്ചധികം ഇങ്ങനെ ഒരുമിച്ച് ഒരേ സൈസിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നപ്പോഴേക്കും ഇതിലും അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. നമ്മളെന്തായാലും ഇതുപോലെ പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനും പറ്റും. പിന്നെ ആ ഒരു ഫോണ്ടൻറ്റിൽ ചെയ്യുന്നതിൻ്റെ ലുക്ക് നമുക്ക് ഏകദേശം ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു ഫോണ്ടൻറ്റ് കട്ടൗട്ടിൻ്റെ സെയിം പ്രിൻ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോക്സ് ബോൾസും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിം എഴുതുന്ന കാര്യം നമുക്ക് എപ്പോഴും പറയാറുള്ളതാണെങ്കിലും കുറേ എന്താ പറയുക ഡൗട്ടുകൾ വരാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഫോണ്ടൻറ്റ് എടുത്തിട്ട് CMC ആഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, എന്തായാലും പ്രശ്നമില്ല. നമ്മൾ പെട്ടെന്ന് വെച്ച് കൊടുക്കുന്നതാണ്, താഴെ വയ്ക്കുന്നതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ ചുമ്മാ ഇത് പരത്തിയിട്ട് നമ്മളുടെ ജെൽ കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് സാധാരണ നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയെടുക്കുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ അടുത്തത് ഒരുമിച്ച് പോകേണ്ട ഒരു കേക്കായിരുന്നു. അപ്പോൾ ഇത് 2 കേക്കും 1 kg ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഒരെണ്ണം നമ്മൾ 6 ഇഞ്ചിൽ റെഡിയാക്കിയ 1 kg, ഒരെണ്ണം നമ്മൾ 7 ഇഞ്ചിൽ റെഡിയാക്കിയ 1 kg ആണ് കേട്ടോ. പക്ഷെ കാണുമ്പോഴേക്കും 6 ഇഞ്ച് ഫ്രണ്ട് ഇരിക്കുന്നത് കൊണ്ടിട്ട് അതിന് കുറച്ച് ഹൈറ്റ് തോന്നുന്നതാണ്. 6 ഇഞ്ചും 7 ഇഞ്ചും തമ്മിൽ ഒരു ലെയറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. 7 ഇഞ്ചിൽ നമുക്ക് 4 ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്, 6 ഇഞ്ചിൽ നമുക്ക് 5 ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന റേറ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ടോൾ കേക്ക് ആകുമ്പോഴേക്കും ഞാനൊരു 150 ആണ് എക്സ്ട്രാ എടുക്കുന്നത് കേട്ടോ. കാരണം കുറച്ച് എഫേർട്ട് കൂടുതലാണ്. പിന്നെ അതനുസരിച്ച് ബോക്സ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് നമ്മളൊരു റേറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1 kg ആണെങ്കിലും കാണുമ്പോൾ ആ ഒരു വ്യത്യാസം കൂടി നിങ്ങൾ നോക്കണം. വെയിറ്റും എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അതൊരു 7 ഇഞ്ച് ഒരു നോർമൽ 1 kg, മറ്റേതൊരു ടോൾ കേക്കുമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും ഈ റേറ്റ് ഇടുന്ന കാര്യത്തെപ്പറ്റി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിസിബിളായിട്ടുള്ളൊരു മാറ്റം 2 കേക്കിലും 1 kg കാണാൻ പറ്റുന്നത് കൊണ്ടിട്ട്
വെയിറ്റ് കൂടുതലായത് കൊണ്ടിട്ടും നമുക്ക് എഫേർട്ട് കൂടുതലുള്ളത് കൊണ്ടിട്ടും നമ്മൾ 1 kg ടോളിന് ഞാനൊരു 150 എടുക്കുന്നു, ചിലർ 200 എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആപ്റ്റായിട്ട് തോന്നുന്നത് അതെടുക്കണേ. അപ്പോൾ ഒരെണ്ണം ഒരു ബാപ്റ്റിസം കേക്കും, മറ്റേതൊരു എന്താ പറയുക ഒരു വെഡ്ഡിങ് കേക്കും ആയിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജസ്റ്റ് ആ ഒരു 2 ടോപ്പറും ഫ്ലവേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്തതാണ്. പിന്നെ വന്നിട്ട് ഇതൊരു 1 kg മാഷ കേക്കായിരുന്നു. നമ്മൾ സിമ്പിളായിട്ട് ഒരു കട്ടൗട്ടും പിന്നെ പ്രിൻ്റ് എടുത്തിട്ട് അതും പിന്നെ നമ്മളുടെ പല കളേഴ്സിലുള്ള ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മാഷ കേക്കാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ടിട്ട് ആ ഒരു ഫ്ലോയൊക്കെ പോയി കേട്ടോ. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. കാരണം കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമ്മളുടെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ചൂട്ടാർ കേക്കാണ് വൈറ്റായിട്ട് വരുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ഇത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു എന്ന്. അവരിവിടെ വന്നിട്ട് അവരുടെ മാരേജ് ഫങ്ഷൻ നടത്തുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊക്കെ വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമ്മളുടെ സിമ്പിൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു കേക്ക്, ജസ്റ്റ് 2 ടയർ കേക്ക്, ഫ്രണ്ടിൽ ഫ്ലവേഴ്സ്, ടോപ്പിലൊരു ടോപ്പർ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളാണെങ്കിലും അറ്റപ്പറ്റിയാണ് അവിടെ എത്തുന്നത്, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അങ്ങനെ നിന്നെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും, അതായത് ഒരു 80% ആൾക്കാരുടെയും മെയിൻ വില്ലൻ നമ്മളുടെ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് അല്ലെങ്കിൽ ഗനാഷ്. ഇത് എനിക്കും ഇതുപോലെ തന്നെ വരാറുണ്ട് കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം അതുമ്മേ കിടന്ന് പണിയാറില്ല. കുറച്ച് സമയം ഒന്ന് അനക്കാണ്ട് വയ്ക്കുമ്പോഴേക്കും തനിയെ ഒന്ന് റെഡിയായി വരും കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഡിയായി വരും. പിന്നെ ഇത് ഇപ്പോഴും കുറേ പേർക്ക് ഗനാഷിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്കിങ്ങനെ മെസ്സേജസ് പിന്നെ എന്താ പറയുക കമൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡ്രിപ്പിങ്ങിനെ ചോക്ലേറ്റ് ഗനാഷിനെയൊക്കെ പറ്റിയിട്ടുള്ള ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങളതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു ചൂട് കൂടിയത് കൊണ്ട് തന്നെ ഗനാഷിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അതാറ്റേന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും നമ്മളുടെ ഗനാഷിനെ പറ്റിയിട്ടുള്ള ആ ഒരു എൻക്വയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനിത് എവിടെയെങ്കിലും പിൻ ചെയ്ത് വല്ലതും വെച്ചേക്കാം. കഴിഞ്ഞൊരു ഷോർട്സിലും 2 ഷോർട്സിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം നമുക്ക് ഇത്രയും അധികം അതിനെപ്പറ്റി നമ്മളുടെ ഗനാഷിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ്. പിന്നെ അന്ന് കുറേ കേക്ക് ഉണ്ടായിരുന്നെങ്കിലും കിട്ടിയതെല്ലാം ഞാൻ ഇങ്ങനെ കൂട്ടി ഇട്ടേക്കോണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഒരു കമൻറ്റ് തരണം കേട്ടോ.